Hello students, welcome to Bosco Campus Vision. I am Lakshmi VS, Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 16th lecture on Environmental Studies. This lecture is based on Industry and Environment, which is the third module in the subject Environmental Studies for semester 1 students of BCom. In previous lecture, we were discussing about thermal pollution, and in this lecture, we are going to discuss about the topic nuclear hazards. Nuclear hazards. Radioactive. Nuclear pollution is a special form of physical pollution related to all major life supporting systems, that is air, water and soil. അതായത് റേഡിയോ ആക്റ്റീവ് അല്ലെങ്കിൽ ന്യൂക്ലിയർ പൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ഫോം ഓഫ് ഫിസിക്കൽ പൊല്യൂഷൻ ആണ്. ആൻഡ് ഈ ഫിസിക്കൽ പൊല്യൂഷൻ ലൈഫ് സപ്പോർട്ടിംഗ് സിസ്റ്റവുമായിട്ടെല്ലാം റിലേറ്റഡ് ആണ്. മേജർ ലൈഫ് സപ്പോർട്ടിംഗ് സിസ്റ്റംസ് ആയ എയർ, വാട്ടർ ആൻഡ് സോയിൽ ഇവയുമായിട്ട് റിലേഷനുള്ള ഒരു സ്പെഷ്യൽ ഫോം ഓഫ് ഫിസിക്കൽ പൊല്യൂഷൻ ആണ് റേഡിയോ ആക്റ്റീവ് ഓർ ന്യൂക്ലിയർ പൊല്യൂഷൻ. ന്യൂക്ലിയർ എനർജി ക്യാൻ ബി ബോത്ത് ബെനഫിഷ്യൽ ആൻഡ് ഹാംഫുൾ ഡിപ്പെൻഡിങ് ഓൺ ദ വേ ഇൻ വിച്ച് ഇറ്റ് ഈസ് യൂസ്ഡ്. ന്യൂക്ലിയർ എനർജി നമ്മൾ ഏത് രീതിയിലാണോ യൂസ് ചെയ്യുന്നത് അതനുസരിച്ചാണ് ഈ ന്യൂക്ലിയർ എനർജി ബെനഫിഷ്യലോ ഹാംഫുള്ളോ ആകുന്നത്. ന്യൂക്ലിയർ എനർജി ബെനഫിഷ്യലോ ഹാംഫുള്ളോ ആകാം. നമ്മളത് യൂസ് ചെയ്യുന്ന വേ അനുസരിച്ചാണ് അത് ബെനഫിഷ്യലോ ഹാംഫുള്ളോ ആകുന്നത്. We routinely use X-rays to examine bones for fractures, treat cancer with radiation and diagnose diseases with the help of radioactive isotopes. നമുക്കറിയാം ഫ്രാക്ചേഴ്സ് ഒക്കെ സംഭവിച്ചാൽ ബോൺസ് എക്സാമിൻ ചെയ്യുന്നതിന് വേണ്ടി എക്സ്റേ എടുക്കാറുണ്ട്. അതുപോലെ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിനായിട്ട് റേഡിയേഷൻ യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്സിൻ്റെ ഹെൽപ്പോടു കൂടി സർട്ടൺ ഡിസീസസ് ഡയഗ്നോസ് ചെയ്യാറുണ്ട്. Approximately 17% of the electrical energy generated in the world comes from nuclear power plants. അതായത് ഏതാണ്ട് ലോകത്തിലെ തന്നെ 17% of the electrical energy generated അത് ന്യൂക്ലിയർ പവർ പ്ലാന്റ്സിൽ നിന്നുമാണ് ലഭിക്കുന്നത്. However, on the other hand, it is impossible to forget the destruction that nuclear bombs caused the cities of Hiroshima and Nagasaki. ഇത്തരത്തിലുള്ള ബെനഫിറ്റ്സ് പറയുമ്പോൾ പോലും ഈ ന്യൂക്ലിയർ ബോംബ്സ് കാരണം ഹിരോഷിമ, നാഗസാക്കി ഈ സിറ്റിയിലൊക്കെ സംഭവിച്ചിട്ടുള്ള ഡിസ്ട്രക്ഷനും നമ്മൾക്ക് മറക്കുവാൻ കഴിയുന്ന ഒന്നല്ല. ദ റേഡിയോ ആക്റ്റീവ് വേസ്റ്റ്സ് ഫ്രം ന്യൂക്ലിയർ എനർജി ഹാവ് കോസ്ഡ് സീരിയസ് എൻവയോൺമെൻറ്റൽ ഡാമേജ്. അതായത് ന്യൂക്ലിയർ എനർജിയിൽ നിന്നുമുള്ള റേഡിയോ ആക്റ്റീവ് വേസ്റ്റ്സ് അത് സീരിയസ് എൻവയോൺമെൻറ്റൽ ഡാമേജിന് കാരണമാകുന്നു. ദ എമിഷൻ ഓഫ് എനർജി ഫ്രം റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റാൻസസ് ഇൻ ദ എൻവയോൺമെൻറ്റ് ഇസ് ഓഫൺലി കോൾഡ് ആസ് റേഡിയോ ആക്റ്റീവ് പൊല്യൂഷൻ. അതായത് റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റാൻസസിൽ നിന്നും എൻവയോൺമെൻറ്റിലേക്ക് എനർജി എമിറ്റ് ചെയ്യുന്നതിനെയാണ് റേഡിയോ ആക്റ്റീവ് പൊല്യൂഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് സോഴ്സസ് ഓഫ് റേഡിയോ ആക്ടിവിറ്റി. ദ സോഴ്സസ് ഓഫ് റേഡിയോ ആക്ടിവിറ്റി ആർ ബോത്ത് നാച്ചുറൽ ആൻഡ് മാൻമെയ്ഡ്. റേഡിയോ ആക്ടിവിറ്റി നാച്ചുറൽ സോഴ്സസ് കാരണവും മാൻമെയ്ഡ് സോഴ്സസ് കാരണവും സംഭവിക്കുന്നു. നാച്ചുറൽ സോഴ്സസ് ആർ കോസ്മിക് റേസ് ഫ്രം ഔട്ടർ സ്പേസ്, എമിഷൻ ഫ്രം റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ ഫ്രം ദ എർത്ത് ക്രസ്റ്റ്. അതായത് ഔട്ടർ സ്പേസിൽ നിന്നുള്ള കോസ്മിക് റേസും എർത്തിൻ്റെ ക്രസ്റ്റിൽ നിന്നുള്ള റേഡിയോ ആക്റ്റീവ് മെറ്റീരിയലിൽ നിന്നുമുള്ള എമിഷനുമാണ് നാച്ചുറൽ സോഴ്സസ്. Man-made sources of radioactivity are wastes produced during the mining and processing of radioactive ores, use of radioactive material in nuclear power plants, use of radioactive isotopes in medical, industrial and research applications, and use of radioactive materials in nuclear weapons. അപ്പോൾ റേഡിയോ ആക്ടിവിറ്റിക്ക് എന്തൊക്കെ മാൻമെയ്ഡ് സോഴ്സസ് ആണുള്ളത്? ഫസ്റ്റ് വൺ ഇസ് മൈനിങ് ആൻഡ് പ്രോസസ്സിംഗ് ഓഫ് റേഡിയോ ആക്റ്റീവ് ഓൾസ്. അതായത് റേഡിയോ ആക്റ്റീവ് ഓൾസ് മൈൻ ചെയ്യുകയും പ്രോസസ്സ് ചെയ്യുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വേസ്റ്റ്. യൂസ് ഓഫ് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ ഇൻ ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ്. ന്യൂക്ലിയർ പവർ പ്ലാന്റ്സിൽ യൂസ് ചെയ്യുന്ന റേഡിയോ ആക്റ്റീവ് മെറ്റീരിയലിൽ നിന്നും ഉണ്ടാകുന്ന വേസ്റ്റ്. ദെൻ യൂസ് ഓഫ് റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്സ് ഇൻ മെഡിക്കൽ, ഇൻഡസ്ട്രിയൽ ആൻഡ് റിസർച്ച് ആപ്ലിക്കേഷൻസ്. അതായത് റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്സ് മെഡിക്കൽ ആപ്ലിക്കേഷൻസിനും ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസിനും റിസർച്ച് ആപ്ലിക്കേഷൻസിനും യൂസ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന വേസ്റ്റ്. ദെൻ യൂസ് ഓഫ് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് ഇൻ ന്യൂക്ലിയർ വെപ്പൺസ്. ന്യൂക്ലിയർ വെപ്പൺസിൽ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് യൂസ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന വേസ്റ്റ്. ഈ വേസ്റ്റുകളെല്ലാമാണ് റേഡിയോ ആക്ടിവിറ്റിയുടെ മാൻമെയ്ഡ് സോഴ്സസ്. നെക്സ്റ്റ് ഇസ് വാട്ട് ആർ ദ ഇഫക്ട്സ് ഓഫ് റേഡിയോ ആക്ടിവിറ്റി. ഓൾ ഓർഗാനിസംസ് ആർ അഫക്റ്റഡ് ആൻഡ് ദ ഇഫക്ട്സ് ആർ എക്സ്ട്രീംലി ഡേഞ്ചറസ്. അതായത് എല്ലാ ഓർഗാനിസംസ്, അതായത് മാൻ, ആനിമൽ, ഇൻസെക്റ്റ് ഇതെല്ലാം തന്നെ അഫക്റ്റ് ചെയ്യപ്പെടുന്നു. ആൻഡ് ഈ ഇഫക്ട്സ് എക്സ്ട്രീംലി ഡേഞ്ചറസ് ആണ്. ആൻഡ് ദി ഇഫക്ട്സ് ആർ സൊമാറ്റിക് ഓർ ജനറ്റിക് ഡാമേജ്. നമ്മളുടെ ജീൻസിനൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, സർട്ടൺ ഡാമേജസ് സംഭവിക്കുന്നു. ക്യാൻസർ, ഷോർട്ട് ലൈഫ് സ്പാൻ ഷോർട്ടൺ ചെയ്യുന്നു. ജനറ്റിക് ഇഫക്ട്സ് ഓർ മ്യൂട്ടേഷൻസ്, ജനറ്റിക് ഇഫക്ട്സും മ്യൂട്ടേഷൻസും ഒക്കെ സംഭവിക്കുന്നു.
ലോങ് റേഞ്ച് ഇഫക്ട്സ് അഫക്റ്റിംഗ് ദ ഫ്യൂച്ചർ ഓഫ് മാൻ ആൻഡ് സിവിലൈസേഷൻ. ആൻഡ് ഈ ഒരു ന്യൂക്ലിയർ ഹസാർഡ്സ് കൊണ്ട് ലോങ് ടേം ഇഫക്ട്സ് ഉണ്ടാകുന്നു. ആൻഡ് ഈ ഇഫക്ട്സ് മാനിൻ്റെയും സിവിലൈസേഷൻ്റെയും ഒക്കെ ഫ്യൂച്ചറിനെ തന്നെ ബാധിക്കുന്നു. വാട്ട് ആർ ദ കൺട്രോൾ മെഷേഴ്സ് ഫോർ റേഡിയോ ആക്ടിവിറ്റി? ലീക്കേജസ് ഓഫ് ന്യൂക്ലിയർ റിയാക്ടേഴ്സ്, കെയർലെസ് ഹാൻഡ്ലിംഗ്, ട്രാൻസ്പോർട്ട് ആൻഡ് യൂസ് ഓഫ് റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്സ് ഹാവ് ടു ബി സ്റ്റോപ്ഡ്. അതായത് ന്യൂക്ലിയർ റിയാക്ടേഴ്സിൽ നിന്നുള്ള ലീക്കേജസ്, അതേപോലെ തന്നെ ഈ ന്യൂക്ലിയർ മെറ്റീരിയൽസിൻ്റെ കെയർലെസ് ഹാൻഡ്ലിംഗ്, റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്സിൻ്റെ ട്രാൻസ്പോർട്ടേഷനും അതിൻ്റെ യൂസേജും ഇതെല്ലാം നിർത്തണം. ഇറ്റ് ഹാവ് ടു ബി സ്റ്റോപ്ഡ്. സെക്കൻഡ് വൺ ഇസ് സേഫ്റ്റി മെഷേഴ്സ് ഷുഡ് ബി എൻഫോഴ്സ്ഡ് സ്ട്രിക്ട്ലി. അതായത് ന്യൂക്ലിയർ മെറ്റീരിയൽസിൻ്റെ ആ ഒരു ഇഫക്റ്റിൽ നിന്നും രക്ഷപ്പെടുന്നതിനായുള്ള സേഫ്റ്റി മെഷേഴ്സ് എൻഫോഴ്സ് ചെയ്യണം. തേർഡ് വൺ ഇസ് വേസ്റ്റ് ഡിസ്പോസൽ മസ്റ്റ് ബി കെയർഫുൾ, എഫിഷ്യൻറ്റ് ആൻഡ് ഇഫക്റ്റീവ്. അതായത് ന്യൂക്ലിയർ വേസ്റ്റ്സ് ഡിസ്പോസ് ചെയ്യുന്നതിനായുള്ള സർട്ടൺ സയൻറ്റിഫിക് മെത്തേഡ്സ് യൂസ് ചെയ്യുക. ആൻഡ് കെയർഫുള്ളായിട്ടും എഫിഷ്യൻ്റായിട്ടും ഇഫക്റ്റീവായിട്ടും വേസ്റ്റ് ഡിസ്പോസൽ നടത്തുക. ഫോർത്ത് വൺ ഇസ് പ്രിവെൻറ്റീവ് മെഷേഴ്സ് ഷുഡ് ബി ഫോളോഡ് സോ ദാറ്റ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ ലെവൽസ് ഡു നോട്ട് എക്സീഡ് ദ പെർമിസിബിൾ ലിമിറ്റ്സ്. അതായത് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ ലെവൽസിന് ഒരു പെർമിസിബിൾ ലിമിറ്റ് ഉണ്ട്. ഇതിനെ എക്സീഡ് ചെയ്യുവാതിരിക്കുവാൻ വേണ്ടി പ്രിവെൻറ്റീവ് മെഷേഴ്സ് ഫോളോ ചെയ്യുക. ഫിഫ്ത്ത് വൺ ഇസ് അപ്രോപ്രിയേറ്റ് സ്റ്റെപ്സ് എഗെയിൻസ്റ്റ് ഒക്യുപ്പേഷണൽ എക്സ്പോഷർ. അതായത് ആൾക്കാർക്ക് അവരുടെ ഒക്യുപ്പേഷൻ റിലേറ്റഡ് ആയിട്ട് ഈ ന്യൂക്ലിയർ മെറ്റീരിയൽസിൽ എക്സ്പോഷർ ഉണ്ടാകുന്നു. അതായത് അവർ വർക്ക് ചെയ്യുന്നത് ആ ന്യൂക്ലിയർ മെറ്റീരിയൽസിനോട് അടുത്ത സാഹചര്യങ്ങളിലാണ് എങ്കിൽ അവിടെ ഒരു എക്സ്പോഷർ ഉണ്ടാകും. അപ്പോൾ ഈ പറഞ്ഞ ഒക്യുപ്പേഷണൽ എക്സ്പോഷറിനെ തടയുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അതിനെ റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള അപ്രോപ്രിയേറ്റ് സ്റ്റെപ്സ് എടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് ന്യൂക്ലിയർ ഹസാർഡ്സിൽ വരുന്നത്. മീനിങ്, സോഴ്സസ്, ഇഫക്ട്സ് ആൻഡ് കൺട്രോൾ. Hope you all understand about nuclear hazards. Thank you.